വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് ഓർക്കാണ് എങ്ങനെയെങ്കിലും ഇവളെ എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പറിച്ചു കളയണം, അല്ലെങ്കിൽ പറ്റില്ല. എന്റെ അമ്മയ്ക്ക് അവളെ തീരെ ഇഷ്ടമില്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ അവളെ എങ്ങനെ സ്വീകരിച്ചെന്ന് അറിഞ്ഞാല് എന്റെ അമ്മ വിഷമിക്കും. എന്റെ അമ്മ വിഷമിച്ചിട്ടുള്ള ഒരു പരിപാടിയും എനിക്ക് വേണ്ട എന്നിങ്ങനെ ആദർശ് ആലോചിക്കാണ്. അങ്ങനെ ആദർശ് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദർശിനൊരു കൂട്ടുകാരിയുണ്ട്. അവളുടെ കൂടെ കൂടിയിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇതുപോലെ എന്റെ ഭാര്യനെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിട്ട് നീ എന്റെ കൂടെ നിൽക്കണം, നീ ഒരു ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവളുടെ മുമ്പിൽ അഭിനയിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കൂട്ടുകാർ ചോദിക്കുകയാണ്, അതൊക്കെ ശരിയായ കാര്യമാണോ? ഭാര്യനെ കാണിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വേണം, അതൊക്കെ അത്യാവശ്യം ഒരു കാര്യമാണ്, അതൊന്നും പറഞ്ഞതൊക്കെ മനസ്സിലാവില്ല. നീ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ല ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലാവും, നീ പറഞ്ഞാൽ മതിയെന്ന് ആ പെണ്ണ് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് വീട്ടിൽ വെച്ചിട്ട് അവൻ ഹായ് ഹലോ ഡിയർ, എന്താ എഴുന്നേറ്റോ, എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നേ, നേരത്തെ ഓഫീസിലേക്ക് വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണുന്ന നയന ആകെപ്പടങ്ങ് ഞെട്ടി നിൽക്കാണ്. ആദർശ് നോക്കുന്നുണ്ട് അവളിതൊക്കെ കാണുന്നുണ്ടെന്ന്. അപ്പൊ അവളിത് കാണുന്നുണ്ടെന്ന് കാണുമ്പോൾ ആദർശ് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് അവൻ ഓഫീസിലേക്ക് പോവാണ്. ആകെപ്പാടെ മനസ്സ് തകർന്ന അവസ്ഥയില് അവളിങ്ങനെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈശ്വര, ഇതുകൊണ്ടാണോ ആദർശേട്ടൻ എന്നെ സ്വീകരിക്കാത്തത്? നവ്യചേച്ചിക്ക് ശേഷം എന്നെ പ്രണയിച്ചു എന്ന് ഞാൻ കരുതിയത്, പക്ഷെ അതെനിക്ക് തെറ്റായി തോന്നി. ഓഫീസിലുള്ള ആരുമായിട്ട് ആദർശേട്ടൻ പ്രണയത്തിലാണ്, അത് കണ്ടുപിടിച്ചേ മതിയാവൂന്ന് പറഞ്ഞിട്ട് നയന ആദർശിന്റെ പുറകെ തന്നെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആദർശ് മനസ്സിലാക്കുന്നുണ്ട് നയന തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പൊ പെണ്ണെ വിളിച്ചിട്ട് ഇന്ന് ഐസ്ക്രീം പാർലറിലേക്ക് വരാൻ പറയാണ്. അങ്ങനെ ആ പെണ്ണ് ഐസ്ക്രീം പാർലറിലേക്ക് വരുന്നുണ്ട്. ആദർശും അങ്ങോട്ടേക്ക് ചെല്ലാണ്. അവിടെ ചെന്നിട്ട് ആദർശ് ഇങ്ങനെ നയന ആ ഹോട്ടലിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന കാര്യം അവൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അവളെ കാണാൻ വേണ്ടി തന്നെ ഈ ഐസ്ക്രീം എടുത്ത് അവൾക്ക് വാരി കൊടുക്കുകയും മറ്റേ ആ കാമുകിനെ പറഞ്ഞല്ലോ ആ പെണ്ണിന് വാരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവളും തിരിച്ച് വാരി കൊടുക്കുകയാണ്. എന്നിട്ട് അവള് പറയുന്നുണ്ട്, ഇതൊക്കെ വളരെ മോശമല്ലേ ആദർശ്, ആ പെണ്ണ് നോക്കി നിൽക്കാണ്, ആ കുട്ടിക്ക് വിഷമമില്ലെന്ന് ചോദിക്കുമ്പോ ഒരു വിഷമവും ഇല്ല, ഇതൊക്കെ വേണം, എനിക്ക് എന്റെ അമ്മയാ വലുത്, എന്റെ അമ്മയുടെ വിഷമം കാണാൻ എനിക്ക് പറ്റില്ല, മുത്തശ്ശിന് വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് മടുത്തു അഭിനയിച്ചെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടു ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നിട്ട് ഇവളെ ചങ്ക് പടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് അവളെയും കൂടി നേരെ ഓഫീസിലേക്ക് പോവാണ്. അപ്പോഴേക്കും നയന ഓർക്കാണ്, ഈശ്വര എന്തിനാ ആദർശേട്ടൻ അവളെയും കൊണ്ട് ഓഫീസിലേക്ക് പോകുന്നതെന്നൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് അവളെ കൊണ്ട് അവന്റെ കസേരയിലൊക്കെ ഇരുത്തുകയും അവളുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയും ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുകയും അവളെ ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആകെപ്പാടെ തകർന്നടിഞ്ഞ് നയന ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇറങ്ങി പോകുന്നത് അവൻ കാണുന്നുണ്ട്. അവള് നേരെ പോകുന്നത് അവളുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ പോയി പൊട്ടിക്കെറിഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. അപ്പോഴേക്കും അമ്മയോടും തലതല്ലി കരയാണ് കേട്ടോ. ഈ വിവരം ഓരോ കാരണവശാലും എന്റെ മോൾ അച്ഛനോട് പറയരുത്, അച്ഛനോട് പറഞ്ഞാൽ അച്ഛനെന്താ സംഭവിക്കാന്ന് മോൾക്ക് അറിയാമല്ലോ, എന്റെ മോള് ചുമ്മാ ഇവിടെ വന്ന് നിന്നാന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അങ്ങനെ നയനയും പൊട്ടിക്കറിയാണ് കേട്ടോ. കനകം പറയുന്നുണ്ട്, എല്ലാം എന്റെ തെറ്റാ, എന്റെ മോൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും ആ ഒരു ബന്ധത്തിലേക്ക് തള്ളിട്ട് ഞാനാ. നവ്യെ ചതച്ചിട്ട് പോയപ്പോ എങ്ങനെയെങ്കിലും അനന്തപുരിയിലെ ബന്ധം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ, മൂത്തവൾ അല്ലെങ്കിൽ ഇളയവളെന്ന് പറഞ്ഞ് നിന്നെ ആ മരണക്കുഴിയിലേക്ക് തള്ളിവിട്ടത് ഞാനാ എന്ന് പറഞ്ഞിട്ട് കനകം അവിടെ നിന്ന് കരയുന്നുണ്ട്. അങ്ങനെ കനകം പറയാണ്, എന്റെ മോളെ വിഷമിക്കണ്ട, ഈ അമ്മയുടെ ശ്വാസം ഉള്ളിടത്തോളം കാലം എന്റെ മോളെ ഈ അമ്മ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് അവരൊന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമായിട്ട് നയന വരാത്തതുകൊണ്ട് തന്നെ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ മോളെ വരാത്തെന്നുള്ള കാര്യം. അപ്പോഴേക്കും നയന പറയാണ്, ഇല്ല മുത്തശ്ശി, ഇനി എനിക്ക് അവിടെ നിൽക്കാനുള്ള അർഹതയും ഇതൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരില്ല, ഞാൻ എന്റെ വീട്ടിൽ നിന്നോളാമെന്ന് നയന പറയുന്നുണ്ട്. എന്താ മോളെ, എന്താ കാര്യം ചോദിക്കുമ്പോ ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് നയന ഫോൺ കട്ടാക്കുന്നുണ്ട്. എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയോട് പറയാണ്, എനിക്കൊരു സ്ഥലം വരെ പോണം എന്ന് പറയുമ്പോൾ എങ്ങോട്ടാടോ ഞാൻ വരാന്ന് പറയുമ്പോൾ ഇല്ല, എനിക്ക് നയനമോളെ കാണാൻ അവിടെ വീട് വരെ പോണം എന്ന് പറയാണ്. എങ്കിൽ ശരി താൻ പോയിട്ട് വാന്ന് പറയാണ്. അങ്ങനെ ഡ്രൈവറെ വിളിച്ചുകൊണ്ട് മുത്തശ്ശി നേരെ അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ നയനയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശിയെ കണ്ട ഉടനെ നയന ഓടി വന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരിയാണ്. എന്താ മോളെ, എന്താ കാര്യം, മോളങ്ങനെ വിടിട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ തക്കതായ കാരണമുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. അന്ന് ആദർശമൻ എടുത്തെഴുതിയ കാര്യമെല്ലാം സത്യമായി നടന്നോ, എന്താ സംഭവിച്ചേ ഈ മുത്തശ്ശിയോട് പറ, മുത്തശ്ശി എന്താണെങ്കിലും എന്റെ മോക്ക് പരിഹാരം കണ്ടെത്തി തരും എന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയാണ്, എല്ലാം തീർന്നു മുത്തശ്ശി, എല്ലാം തീർന്നു, ഇത്രയും കാലം എന്റെ മനസ്സിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അന്ന് അമ്പലത്തിൽ വെച്ച് മുത്തശ്ശി പറഞ്ഞില്ലേ എന്നെങ്കിലും ഒരിക്കല് ആദർശൻ എന്നെ സ്നേഹിക്കാന്ന്, അങ്ങനെ ആ ഒരു വാക്കിന്റെ വിശ്വാസത്തിന് പുറത്ത് ഇത്രയും കാലം ഞാനവിടെ ജീവിച്ചില്ലേ, ഒരു പണിയും ചെയ്യുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല.
ആദർശൻ എന്തുവാണെങ്കിലും അനുസരിച്ച് ആദർശനോട് ഞാൻ ഇത്രയും കാലം ജീവിച്ചില്ലേ, ഒരേ മുറിയില് രണ്ട് സുഹൃത്തുക്കൾ പോലെ ഞങ്ങൾ ജീവിച്ചത്, ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഞാന് എന്നെങ്കിലും എന്റെ ആദർശനെ സ്വീകരിക്കുന്നു കരുതിയിട്ടാ ഞാൻ ഒന്നും മിണ്ടാതെ എല്ലാം സഹിച്ച് ഇത്രയും കാലം ജീവിച്ചത്. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും കനകവും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നയന നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. ഇതുപോലെ ആദർശത്തെ മറ്റൊരു കാമുകിയുണ്ട്. രണ്ടുപേരും തമ്മിൽ എപ്പോഴും ഫോൺ വിളിയും ചാറ്റിങ്ങും ഐസ്ക്രീം മാളിൽ കറങ്ങലും ഓഫീസിൽ വെച്ച് രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നൊക്കെ ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പം മുത്തശ്ശി പറയാണ്, എന്റെ പൊന്നുമോളെ ഒരിക്കലും ആദർശം അങ്ങനെ ചെയ്യില്ല. ആദർശന്റെ മനസ്സില് മറ്റൊരു പെണ്ണും ഇല്ല, അത് ഈ മുത്തശ്ശിക്ക് ഉറപ്പാ. എനിക്കൊരു കാര്യം ഇപ്പൊ മനസ്സിലായി. കുറച്ചു ദിവസമായിട്ട് അവന്റെ പോക്കില് ഞാൻ സംശയം പ്രകടിപ്പിച്ച് ഞാനും അവനെ ചെക്ക് ചെയ്തതാ. അതവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. അവളെ വിവാഹം കഴിക്കണമെന്ന് ഞങ്ങൾ പലതവണ ചോദിച്ചപ്പോഴും അവർ രണ്ടിനും പറഞ്ഞത് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവൻ അവളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. അവർ തമ്മിൽ അത്രയ്ക്കും ഫ്രണ്ട്ഷിപ്പാ ഉള്ളത്. ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടോ നിന്നെ കണ്ടിട്ടോ ഒന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നാത്തത്. പക്ഷെ എനിക്ക് ആ കുട്ടീനെ അറിയാം. അതുകൊണ്ട് എന്റെ പൊന്നുമോളെ അവനെ ജലസിയാക്കാൻ വേണ്ടി അവൻ ചെയ്ത പരിപാടിയാ. അതായത് അവനും അവളും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നതും അതുപോലെ അവർ പ്രണയിക്കുകയാണെന്നൊക്കെ അറിഞ്ഞ മോള് അവനെ വിട്ട് പോയിക്കോളെന്ന് ഓർത്തിട്ടല്ലേ അവനങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും കനകൻ പറയാണ്, അത് ശരിയാ മുത്തശ്ശി, അങ്ങനെയാണെങ്കിൽ പോലും ഇനി അവൾ അങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലെന്ന് ചോദിക്കുമ്പോൾ അതെന്താ കനകം നീ അങ്ങനെ പറഞ്ഞു ചോദിക്കുമ്പോൾ അല്ല അല്ല മുത്തശ്ശി, ഇപ്പൊ തന്നെ എന്റെ മോളെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണല്ലോ ആദർശം അങ്ങനെ കാണിക്കുന്നല്ലേ അമ്മ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അവൻ എന്റെ മകളെ വേണ്ടല്ലോ, പിന്നെ എന്തിനാ ഇവളോട് കടിച്ചു തൂങ്ങി കിടക്കുന്നത്? സാരമില്ല, ആഡംബര ജീവിതമൊക്കെ മോഹിച്ച് ഞാൻ ചെയ്ത തെറ്റായതല്ല, അതിനെന്റെ മോളെ അനുഭവിക്കുന്നത് മൊത്തം എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, നയന കനകം ഞാനൊരു കാര്യം പറയട്ടെ, ആദർശിന്റെ മനസ്സിൽ ഒരുപാട് നന്മയുള്ളവന്, അവൻ ഒരിക്കലും ആരും ചതിക്കുകയോ ഒന്നും ചെയ്യില്ല. അവന് നവീനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നവി ചതിച്ചപ്പോ അവന് താങ്ങാനായില്ല. അവന്റെ അമ്മ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവനാ. അമ്മയ്ക്ക് വിഷമമുണ്ടാകുന്നൊന്നും അവൻ ചെയ്യില്ല. അതുപോലെ തന്നെ അവന്റെ മുത്തശ്ശനെ പിണങ്ങാൻ സാധിക്കില്ല. അങ്ങനെ രണ്ടുപേരുടെ നടുകളിൽ നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെയാ ആദർശ് ഓരോ പൊട്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും ഈ ഒരു സംഭവം നയനയെ ശരിക്കും അവനൊന്ന് വട്ടാക്കാൻ വേണ്ടി തന്നെയാ. അങ്ങനെയെങ്കിലും നയനെ ഉപേക്ഷിച്ചു പോകണമെങ്കിൽ പോട്ടെ എന്ന് ഓർത്തിട്ട്. പക്ഷെങ്കിൽ എന്റെ മോളെ തോറ്റു കൊടുക്കാൻ പാടില്ല. എന്റെ മോളുടെ ജീവിതമല്ലേ ഇത്. അത് മാത്രമല്ല ഒരു ഭാര്യയും ഭർത്താവുമ്പം ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തും തരണം ചെയ്ത് തന്നെ വേണം നമ്മൾ ജീവിക്കാനായിട്ട്. മോക്ക് ആദർശിനെ ഇഷ്ടമാണോ ചോദിക്കുമ്പം നയന പറയാണ്, ഈ താലിന്റെ കഴുത്തിൽ തൊട്ട അന്നു മുതൽ തന്നെ എനിക്ക് ആദർശിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നു. അങ്ങനെ മുത്തശ്ശി പറയാണ്, അങ്ങനെയാണെങ്കിൽ നിനക്ക് ആദർശിനെ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിന്നോട് അവന് പ്രണയമുണ്ടോ എന്ന് നിനക്ക് അറിഞ്ഞാൽ പോലും ചോദിക്കുമ്പോൾ നയന മതി എന്ന് പറയാണ്. ശരി, അത് നിനക്ക് മനസ്സിലാക്കി തരാം. നിന്നോട് ആദർശിന് ഭയങ്കര പ്രണയമുണ്ട്, പക്ഷെങ്കിൽ അത് അവൻ അറിയാൻ പറ്റുന്നില്ല, പുറത്തേക്ക് ഇത് വരുന്നില്ല. അവന്റെ മനസ്സിൽ മൊത്തം നീ ചതിച്ച ഒരു കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ, അതുകൊണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ ഞാൻ അവന്റെ ഉള്ളിലുള്ള സ്നേഹം നിനക്ക് ഞാൻ മനസ്സിലാക്കി തരുമെന്ന് മുത്തശ്ശി പറയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അടുത്തൊരു പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയില് ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. മിസ് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.